അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട പ്രാർത്ഥന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് യാ റസൂലല്ലാഹ് അറഅയ്ത إن وافقت ليلة القدر ما أدعو قال تقولين اللهم إنك عفو تحب العفو فاعف عني. عن عائشة رضي الله عنها قالت قلت يا رسول الله أرأيت إن علمت أي ليلة القدر ما أقول فيها قال قولي اللهم إنك عفو تحب العفو فاعف عني. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, റസൂലെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുമായി ഞാൻ യോജിച്ചു വന്നാൽ എന്താണ് പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തരം അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക തീർച്ചയായും നീ അഫുവ്വുൻ മാപ്പേകുന്നവനാണ്, തുഹിബ്ബു നീ ഇഷ്ടപ്പെടുന്നു, അൽ അഫ്വ മാപ്പേകൽ, ഫഅഫു അന്നി അതിനാൽ നീ എനിക്ക് മാപ്പേകണേ എന്ന പ്രാർത്ഥന റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ്. റമദാന്റെ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ 10 പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അള്ളാഹുവിൽ നിന്നും മാപ്പ് കിട്ടാൻ വേണ്ടി, പൊറുത്തു കിട്ടാൻ വേണ്ടി, പാപരഹിതനായി മാറാൻ വേണ്ടി അള്ളാഹുവോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അള്ളാഹുവെ നീ തീർച്ചയായും മാപ്പേകുന്നവനാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു ഏറെ മാപ്പേകുന്നവനാണ്. തെറ്റു കണ്ടാൽ ശിക്ഷിക്കാനും തിന്മകൾ കണ്ടാൽ അതിന്റെ പേരിൽ ശിക്ഷ നൽകാനും കാത്തിരിക്കുന്ന റബ്ബല്ല നമ്മുടെ റബ്ബ്. മറിച്ച് തിന്മകൾ പുറത്തു കൊടുക്കാൻ, തെറ്റിന് മാപ്പേകാൻ, അതിനുവേണ്ടിയാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തെറ്റായി പരിഗണിക്കുകയും പലപ്പോഴും ശിക്ഷ നൽകുകയുമാണ് ചെയ്യുക. എന്നാൽ അള്ളാഹു എത്രയോ ഉയരങ്ങളിലാണ്, കാരുണ്യത്തിന്റെ കടലാണ് റബ്ബ്. അതിനാൽ അവന്റെ കാരുണ്യാതിരേകത്താൽ അവൻ പൊറുക്കുകയാണ്, മാപ്പേകുകയാണ് ചെയ്യുക. രാത്രി തെറ്റ് ചെയ്യുന്നവർക്ക് പകലും, പകൽ തെറ്റ് ചെയ്യുന്നവർക്ക് രാത്രിയും മാപ്പേകാൻ വേണ്ടി അള്ളാഹു അവന്റെ കരങ്ങൾ നീട്ടി കാത്തിരിക്കുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ അള്ളാഹുവെ കുറിച്ച് ഈ പ്രാർത്ഥനയിൽ ഒന്നാമത് പറയുന്നത് അള്ളാഹുവെ നിശ്ചയം നീ മാപ്പേകുന്നവനാണ് എന്നാണ്. രണ്ടാമത് പറയുന്നത് തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് കൊടുക്കൽ ഇഷ്ടപ്പെടുന്നവനാണ് എന്നാണ്. അള്ളാഹുവിന് മാപ്പ് നൽകൽ അങ്ങേയറ്റം ഇഷ്ടമാണ്. എന്തോ പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടെ ശല്യപ്പെടുത്തുമ്പോൾ അതങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി ആളുകൾ പലതും നൽകുന്നത് പോലെയല്ല. വിദ്യാർത്ഥികൾ തങ്ങളുടെ രക്ഷിതാക്കളോട് സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് കാശ് ചോദിക്കുമ്പോൾ, നിരന്തരം ബുദ്ധിമുട്ടിക്കുമ്പോൾ, പല അർത്ഥത്തിലും സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഒന്നങ്ങ് പൊയ്ക്കൊള്ളട്ടെ എന്ന് കരുതി അങ്ങ് കാശ് കൊടുത്ത് പറഞ്ഞയക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. അതുപോലെ ഒരു പ്രയാസമായി കണ്ട് നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ, ശല്യപ്പെടുത്തുമ്പോൾ, സമ്മർദ്ദം ചെലുത്തുമ്പോൾ എങ്ങനെയെങ്കിലും അനുവാദം നൽകാമെന്ന് കരുതുന്ന രക്ഷിതാവിന്റെയോ മറ്റു പലരുടെയോ സ്ഥാനത്തല്ല അള്ളാഹു. അള്ളാഹുവിന് മാപ്പേകൽ ഇഷ്ടമാണ്. അത് ഇഷ്ടത്തോടെ, വളരെ താല്പര്യത്തോടെ അള്ളാഹു ചെയ്യുന്ന കാര്യമാണ്. ചില ആളുകൾ കഷായം കുടിച്ചിറക്കുന്നത് പോലെ വിമ്മിഷ്ടത്തോടെ, പ്രയാസത്തോടെ റബ്ബ് ഒരിക്കലും മാപ്പേകുന്നില്ല. മറിച്ച് അഫ് അഥവാ മാപ്പേകൽ റബ്ബ് അങ്ങേയറ്റം താല്പര്യത്തോടെ ചെയ്യുന്ന കാര്യമാണ്. അതും ഈ പ്രാർത്ഥനയിൽ എടുത്തു പറഞ്ഞ ശേഷമാണ് പിന്നീട് ഫഅഫു അന്നി, അതിനാൽ നാഥ എനിക്ക് നീ മാപ്പേകണേ എന്ന് പറയുന്നത്. മാപ്പേകുന്ന റബ്ബ്, മാപ്പ് ഇഷ്ടപ്പെടുന്ന റബ്ബ്, ആ റബ്ബിൽ നിന്നും മാപ്പേകാൻ വേണ്ടി
കേണപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരമായി ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ റമദാന്റെ അവസാന പത്തിൽ അള്ളാഹുവോട് തേടിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ആ തേട്ടത്തിനൊടുവിൽ, ആ തേട്ടത്തിന്റെ ഫലമായി, ആ തേട്ടത്തിന്റെ റിസൾട്ട് എന്നോണം ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്ന അവസ്ഥ ഉണ്ടാവുകയും വേണം. റമദാന്റെ അവസാന പത്തിൽ സവിശേഷമായും വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻനി എന്ന പ്രാർത്ഥന. റമദാനുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട പ്രാർത്ഥനയും ഇതാണ്. ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ച് റബ്ബിന്റെ മാപ്പ് ലഭിക്കുന്ന സുഭകന്മാരായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ.